നമസ്കാരം. ഇവർക്ക് ഡെയിലി ന്യൂസ് അനാലിസിസ് സ്വാഗതം. നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ആണ്. ന്യൂസ് പേപ്പർ ഫസ്റ്റ് ആർട്ടിക്കിൾ ഫ്രണ്ട് പേജിലെ ആർട്ടിക്കിളാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സെൻട്രൽ റൂൾസ് ഔട്ട് MSP ലോ ഓഫേഴ്സ് ടോക്സ് വിത്ത് ഫാമേഴ്സ് എന്നാണ് ഈ ആർട്ടിക്കിളിലെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ആർട്ടിക്കിളിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടേം MSP എന്നുള്ളതാണ്. MSP എന്ന് പറഞ്ഞാൽ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ താങ്ങുവില പ്രഖ്യാപിക്കുക എന്നൊക്കെ പലപ്പോഴും കേൾക്കാറില്ല. ആ ഒരു ടൈമാണ് MSP എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന പത്രത്തിൽ വന്നേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ വാർത്തയിലൊക്കെ ശ്രദ്ധിച്ച് കാണുമായിരിക്കും. നമ്മുടെ പഞ്ചാബ് ഹരിയാന അതിർത്തികളിൽ ബോർഡേഴ്സിലൊക്കെ തന്നെ കർഷകർ വലിയൊരു പ്രതിഷേധം നടത്തുന്നുണ്ട്. അവർ ഇപ്പോൾ പറഞ്ഞ ഡൽഹി ചലോ മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. അതെല്ലാം ബേസിക്കലി MSPയുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഈ മിനിമം സപ്പോർട്ട് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടാണ് കർഷകർ ഇപ്പോൾ അവിടെ പ്രതിഷേധിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് സെൻട്രൽ പറഞ്ഞിരിക്കുന്നത്, സെൻട്രൽ റൂൾസ് ഔട്ട് ദ MSP ലോ ആൻഡ് ഓഫേഴ്സ് ടോക്സ് വിത്ത് ഫാമേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത് എന്താണ് MSP എന്നുള്ള കാര്യം, ഇന്ത്യയിൽ എത്ര ക്രോപ്പുകൾക്കാണ് നമ്മൾ MSP അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, ആരാണ് ഈ MSP ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഇത്തരത്തിൽ MSP ഡിക്ലെയർ ചെയ്തുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താണ്, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ള പോയിന്റാണ് നമുക്ക് ഈ ഒരു ആർട്ടിക്കിൾ എൻറ്റയർ പോയിന്റ് ഓഫ് വ്യൂ, എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ് വരുന്നൊരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മളിതിനെ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 ഒരു പോയിന്റാണ്, ജനറൽ സ്റ്റഡീസ് പേപ്പർ 3 എക്കണോമിക്സ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ GS പേപ്പർ 3 ടോപ്പിക്കായിട്ട് നമുക്കിതിനെ പഠിക്കാൻ സാധിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞ പോലെ MSP എന്താണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. MSPയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം സപ്പോർട്ട് പ്രൈസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ്സ് എ പ്രൈസ് അറ്റ് വിച്ച് ദ ഗവൺമെന്റ് പർച്ചേസസ് ക്രോപ്സ് ഫോർ ദ ഫാമേഴ്സ് ടു ഇൻഷുർ ഫാമേഴ്സ് അഗെയിൻസ്റ്റ് എനി ഷാർപ്പ് ഫോൾ ഇൻ ദ ഫാം പ്രൈസസ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, നമ്മുടെ നാട്ടിലെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇവർ പ്രൊഡക്റ്റുകൾ, ഈ പറഞ്ഞ പോലെ ഇവരുടെ ഫാം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ സെയിൽ ചെയ്യാനായിട്ട് ചെല്ലുമ്പോഴേക്കും അതിന് തക്കതായിട്ടുള്ള വില കിട്ടത്തില്ല. മീൻസ് ഇവരുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പോലും മീറ്റ് ചെയ്യാനുള്ള വില ഒരുപക്ഷെ ഇവർക്ക് കിട്ടിയെന്ന് വന്നേക്കത്തില്ല. ആ ഒരു പ്രശ്നം കാരണമാണ് സ്റ്റിൽ ഇന്ത്യയിലെ ഫാമേഴ്സ് ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ലോ ഇൻകം അല്ലെങ്കിൽ പുവർ കാറ്റഗറിയിൽ ബേസിക്കലി കഴിയുന്നത്. മറ്റ് രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്ത്യയിലെ ഫാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ധനികരായ ആൾക്കാരൊന്നുമല്ല, സ്റ്റിൽ വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. അതിന്റെ കാരണം ബേസിക്കലി ഇത് തന്നെയാണ്. മാസങ്ങളോട് എടുത്ത് ഓരോ ക്രോപ്പുകൾ ഇവർ ഈ പറഞ്ഞ പോലെ കൃഷി ചെയ്തിട്ട് മാർക്കറ്റിലേക്ക് അത് എത്തിക്കുമ്പോഴേക്കും തക്കതായിട്ടുള്ള വില ഇവർക്ക് കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിച്ച് നമ്മുടെ നാട്ടിലെ ഫാമേഴ്സിന് നല്ലൊരു ഇൻകം, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ എന്ത് അവതരിപ്പിച്ചത്, MSP എന്നുള്ളൊരു പ്രോഗ്രാം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിലൂടെ ഗവൺമെന്റ് ആണ് പ്രൊക്യൂർ ചെയ്യുന്നത് കേട്ടോ, ഓർത്തേക്കണം. പ്രൈവറ്റ് പ്ലെയേഴ്സ് അല്ല പ്രൊക്യൂർ ചെയ്യുന്നത്. ഗവൺമെന്റ് കർഷകരുടെ കയ്യിൽ നിന്നും ഈ MSP ഡിക്ലെയർ ചെയ്തിരിക്കുന്ന 22 ക്രോപ്സിന് എന്ത് ചെയ്യും, സർക്കാർ ഇവരുടെ ഈ കർഷകരുടെ കയ്യിൽ നിന്ന് ആ ധാന്യങ്ങൾ പ്രൊക്യൂർ ചെയ്തോളും. ആ പ്രൊക്യൂർ ചെയ്യുന്നതിന്റെ പ്രൈസ് ആണ് MSP ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും നെല്ലിന് താങ്ങുവില പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ ഗോതമ്പിന് താങ്ങുവില, ഇങ്ങനെയൊക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. അത് ബേസിക്കലി ഇത് തന്നെയാണ്, MSP ആണ് ആ സംഭവം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. എന്തിനാണ് അങ്ങനെ കൊടുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിലെ ആ പ്രൈസ് അൺസ്റ്റെബിലിറ്റിയിൽ പെട്ട് ഫാമേഴ്സിന്റെ ഇൻകം നഷ്ടപ്പെടാണ്ട് അവർക്കൊരു സ്റ്റേബിൾ ഇൻകം ജനറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ MSP ആയിട്ട് സർക്കാർ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന പ്രൈസസ് വെച്ചിട്ട് വേണോ പ്രൈവറ്റ് പ്ലെയേഴ്സും കർഷകരുടെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിർബന്ധമില്ല. ഈ MSP എന്ന് പറയുന്നത് സർക്കാർ പ്രൊക്യൂർ ചെയ്യുന്നതാണ്, സർക്കാർ ഏജൻസികൾ മുഖാന്തരം പ്രൊക്യൂർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് MSP ഡിക്ലെയർ ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് പ്രൊക്യൂറിംഗ് ഏജൻസിയാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, FCI ആണ് ഈ MSP പ്രകാരം ഡിക്ലെയർ ചെയ്ത റേറ്റ് പ്രകാരം ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് നെല്ലായിക്കോട്ടെ ഗോതമ്പായിക്കോട്ടെ അങ്ങനെ ആ ഒരു 22 ക്രോപ്പുകൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ 22 ക്രോപ്പുകളും FCI ആണ് ഫാമേഴ്സിന്റെ കയ്യിൽ നിന്നും പ്രൊക്യൂർ ചെയ്യുന്നുള്ളൊരു കാര്യം ഓർക്കാം. അപ്പോൾ ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നമ്മളാണെങ്കിലും ഒരു കർഷകനാണെന്ന് വിചാരിക്കുക, ഗവൺമെന്റ് ഇത്ര രൂപ, ഇപ്പം നെല്ലിനാണെങ്കിലും കിലോയ്ക്ക് ഈ പറഞ്ഞ പോലെ 40 രൂപ, സപ്പോസ് ഒരു എക്സാമ്പിൾ ആണ്, 40 രൂപ എന്ന് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് FCI ഈ പറഞ്ഞ പോലെ കർഷകന്റെ 40 രൂപയ്ക്ക് പ്രൊക്യൂർ ചെയ്തോളും. അപ്പൊ അതേ ഒരു സാഹചര്യത്തിൽ ഒരു പ്രൈവറ്റ് പ്ലെയർ വന്നിട്ട് ഇതിൽ താഴെ ഒരു തുകയ്ക്ക് വന്ന് പ്രൊക്യൂർ ചെയ്യുന്നത് നമുക്ക് നോർമലി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതിൽ താഴെ ഒരു വില പറഞ്ഞു കഴിഞ്ഞാൽ കർഷകൻ ആ പ്രൈവറ്റ് പ്ലെയറിന് പ്രൈവറ്റ് ആ മില്ല് ഓണറിന് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പ്രൈവറ്റ് പ്ലെയേഴ്സും എത്ര രൂപ വെച്ച് കൊടുക്കാൻ നിർബന്ധിതരാകും, സർക്കാർ പ്രഖ്യാപിക്കുന്ന ഈ 40 രൂപ അല്ലെങ്കിൽ ആ MSP റേറ്റ് തന്നെ കൊടുക്കാനായിട്ട് നിർബന്ധിതരാകും. പക്ഷേ അത് എല്ലാ സാഹചര്യത്തിലും ഉണ്ടാകുന്ന നിർബന്ധമില്ല. അത് നമ്മൾ ആ ഒരു അടുത്ത സ്ലൈഡുകളിൽ കാണാനായിട്ട് സാധിക്കും. ബട്ട് ഇതിന്റെ ഒരു പോയിന്റ് ഇങ്ങനെയാണ്, സർക്കാർ ഇങ്ങനെ ഒരു റേറ്റ് പ്രഖ്യാപിക്കുമ്പോൾ പ്രൈവറ്റ് പ്ലെയേഴ്സും ഈ ഒരു റേറ്റ് തന്നെ കർഷകന് കൊടുത്തോളും എന്നുള്ളതൊക്കെയായിരുന്നു ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്നുള്ള കാര്യം ഓർക്കാം. ഇനി ഇങ്ങനെ ഓരോ ക്രോപ്പുകൾക്കും ഇത്തരത്തിൽ MSP കൊടുക്കാനായിട്ട് അത് ഈ പറഞ്ഞ പോലെ റെക്കമെൻഡ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ്, CACP ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ 22 ക്രോപ്പുകൾക്കും ആ ഒരു MSP ഇപ്പം ഈ വർഷം 100 രൂപയാണെങ്കിൽ അടുത്ത വർഷം എത്ര രൂപയാക്കി മാറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ സർക്കാരിലേക്ക് റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് CACP എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ വേറൊരു കാര്യം കൂടി, MSP ഡിക്ലെയർ ചെയ്യുന്നത് എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ ക്രോപ്പിംഗ്, അതായത് സോവിങ് സീസൺ മുമ്പാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പം നെല്ലിനാണെങ്കിലും നെല്ല് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ കൃഷി ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു മൺസൂൺ സമയത്തിന്റെ ഒരു ടൈം പീരീഡ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ജനറൽ ആയിട്ടുള്ള ആ ഒരു സോവിങ് സീസണിന് മുമ്പ് തന്നെ എന്ത് ഡിക്ലെയർ ചെയ്യും, ആ ക്രോപ്പിന്റെ പർട്ടിക്കുലർ ക്രോപ്പിന്റെ MSP സർക്കാർ ഡിക്ലെയർ ചെയ്യുന്നുള്ളൊരു കാര്യം ഓർക്കുക. അത് ഡിക്ലെയർ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ഇനി സപ്പോസ് സെൻട്രൽ ഗവൺമെന്റ് നെല്ലിന് 40 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചു, MSP പ്രഖ്യാപിച്ചു. ഇവിടെ സംസ്ഥാന സർക്കാരുകൾക്ക് വേണമെങ്കിൽ
വേണമെങ്കിൽ എന്തുണ്ട്, ഒരു ഓപ്ഷൻ ഉണ്ട്, അവർക്കും MSP ഡിക്ലെയർ ചെയ്യാം. സ്വന്തം സംസ്ഥാനത്ത് ഇത്ര രൂപ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ അതാത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഡിക്ലെയർ ചെയ്യാം. അവർക്ക് അവരുടെ പ്രൊക്യൂറിംഗ് ഏജൻസീസ് മുഖാന്തരം എന്ത് ചെയ്യാം, കർഷകരുടെ കയ്യിൽ നിന്ന് അവർ ആ പറഞ്ഞ വിലയ്ക്ക് പ്രൊക്യൂർ ചെയ്യും. അപ്പോൾ സപ്പോസ് കേരള ഗവൺമെന്റിന്റെ പ്രൊക്യൂറിംഗ് ഏജൻസിയാണ് നമ്മുടെ സപ്ലൈകോ എന്ന് പറയുവാണെങ്കിൽ, അപ്പോൾ നെല്ലിന് ഈ പറഞ്ഞ പോലെ സപ്പോസ് സെൻട്രൽ ഗവൺമെന്റ് 40 രൂപ പ്രഖ്യാപിച്ചു, കേരളത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കേരളത്തിൽ നെല്ലിന്റെ താങ്ങുവില ഇത്ര രൂപയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റിനും ആ റേറ്റ് ഒരു റേറ്റ് പ്രഖ്യാപിക്കാൻ പറ്റും. പക്ഷേ ആ റേറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ പ്രഖ്യാപിക്കുന്നതിന്റെ മുകളിലെ റേറ്റ് ആയിരിക്കണം. ഇപ്പോൾ 40 രൂപയാണ് സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചെങ്കിൽ 40ന് മുകളിലുള്ള റേറ്റ് ആയിരിക്കണം സ്റ്റേറ്റ് ഗവൺമെന്റ്സ് പ്രഖ്യാപിക്കേണ്ടത്. അതിന് താഴേക്ക് പോകാനായിട്ട് പാടില്ല. എന്നിട്ട് ആ പറയുന്ന റേറ്റിൽ ആരാണ് പ്രൊക്യൂർ ചെയ്യേണ്ടത്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊക്യൂറിംഗ് ഏജൻസീസ് ആയിരിക്കണം അത് പ്രൊക്യൂർ ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള MSPസും കാര്യങ്ങളെല്ലാം തന്നെ ഡിക്ലെയർ ചെയ്യുന്ന സോയിങ് സീസണിന് മുമ്പായിരിക്കും, ആ പർട്ടിക്കുലർ ക്രോപ്പിന്റെ സോയിങ് സീസണിന് മുമ്പായിരിക്കും എന്നുള്ളൊരു പോയിന്റ് മനസ്സിൽ വെച്ചേക്കുക. ഇനി ഈ സ്ലൈഡിനകത്ത് നമ്മുടെ നിലവിൽ രാജ്യത്ത് MSP മുഖാന്തരം കവർ ചെയ്തിരിക്കുന്ന ക്രോപ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൊത്തം 22 ക്രോപ്പുകളാണ് ഇവിടെ ഉള്ളത്. ബട്ട് നമ്മളിത് ആഡ് ചെയ്ത് നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് 25 ക്രോപ്സോളം കയറി വരുന്നുണ്ട്. കാരണം 1-2 ക്രോപ്സ്, ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഡി ഹസ്ക്ഡ് കോക്കനട്ട്, അതേപോലെ തന്നെ ഡി ഹസ്ക്ഡ് കോക്കനട്ടിന് ഈ പറഞ്ഞ പോലെ MSP എന്ന് പറഞ്ഞാൽ കൊപ്രയുടെ വില അനുസരിച്ചിട്ടാണ് അതിന് വരുന്നത്, ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടേക്ക് കയറി വരും. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് വെക്കേണ്ട കാര്യമില്ല. ബട്ട് MSPയുടെ അണ്ടറിൽ വരുമ്പോഴേക്കും അതിനെ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ പറയുവാണെങ്കിൽ റേപ്പ് സീഡ് ആൻഡ് മസ്റ്റാർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഏകദേശം സെയിം വില തന്നെ ഡിറൈവ് ചെയ്യുന്ന തോറിയയുടെ വില വെച്ചിട്ടാണ് ഡിറൈവ് ഫ്രം ഫോർ Toria based on MSP for rapeseeds and mustard and dehusked coconut on the base of MSP of copra. ഇങ്ങനെ കുറെ ഓവർലാപ്പിംഗ്സ് കയറി വരുന്നുണ്ട്. അപ്പോൾ ആ ഓവർലാപ്പിംഗ്സ് മാറ്റി കഴിഞ്ഞാലാണ് നമുക്ക് 22 ക്രോപ്സിനാണ് ബേസിക്കലി MSP ഡിക്ലെയർ ചെയ്യുന്ന ഒരു കാര്യം ഓർക്കുക. പിന്നെ ഷുഗർ കെയിൻ്റെ കാര്യത്തിൽ നമ്മൾ MSP തന്നെയാണ്, പക്ഷേ അതിന് വേറൊരു പേരിൽ അറിയപ്പെടുന്നു, FRP, ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇവിടെ നമ്മൾ MSP എന്ന് പറയുമ്പോൾ സർക്കാർ ഏജൻസീസ് ആണ് പ്രൊക്യൂർ ചെയ്യേണ്ടത്. ഷുഗർ കെയിൻ്റെ കാര്യത്തിൽ സർക്കാർ വില പ്രഖ്യാപിക്കും, പക്ഷേ ആ വില പ്രകാരം പ്രൊക്യൂർ ചെയ്യുന്നത് പ്രൈവറ്റ് മിൽ ഓണേഴ്സ് ആണെന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കുക. അതുകൊണ്ടാണ് അതിനെ വേറൊരു പേരിൽ ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ബട്ട് സെയിം കൺസെപ്റ്റ് സെയിം തന്നെയാണ്, ബട്ട് വേറൊരു പേര് മാത്രം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പം ഇത് ഏതൊക്കെ ക്രോപ്പുകൾക്കാണ് പലപ്പോഴും ഫിലിംസിനൊക്കെ ചോദിക്കാറുള്ളതാണ്, താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ ക്രോപ്സിനാണ് ഈ പറഞ്ഞ പോലെ MSP കൊടുത്തിട്ടുള്ളത്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നോക്കി, കാരിഫ് ക്രോപ്സ് ആയിട്ട് 14 എണ്ണത്തിനും, റാബി ക്രോപ്സ് ആയിട്ട് 7 എണ്ണവും, കലണ്ടർ ഇയർ ക്രോപ്സ് അഥവാ നമ്മുടെ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ആയിട്ടും ഈ പറഞ്ഞ പോലെ MSP നമ്മൾ കൊടുക്കാറുണ്ടെന്നുള്ളൊരു പോയിന്റും കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഇത്രയും പോയിന്റാണ് ഈ ഒരു MSPയുടെ ഈ ഒരു സ്ലൈഡിനകത്ത് പറയാനായിട്ടുള്ളതും. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള ആ MSPയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അഥവാ അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെ ഒരു MSP പ്രോഗ്രാം ഡിക്ലെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഫാമേഴ്സിന് ഒരു ഫിക്സഡ് റെമ്യൂണറേഷൻ അഥവാ ഒരു ഫിക്സഡ് ഇൻകം അവർക്ക് നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി രണ്ടാമതാണ് ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്, അതായത് സോവിങ് സീസൺ മുമ്പ് ഡിക്ലെയർ ചെയ്യുന്ന പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു റേറ്റ് നോക്കിയിട്ട് ഇപ്പം 22 ക്രോപ്പുകൾക്ക് സർക്കാർ ഇങ്ങനെ MSP ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർഷകനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഈ റേറ്റുകളെല്ലാം നേരത്തെ തന്നെ അറിയാനും സാധിക്കും. ആ റേറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ വർഷം ഇന്ന വിള കൃഷി ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും. സോ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് ഫോർ ഫാമേഴ്സും ഇതിലൂടെ നടപ്പാക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. സോ അതുപോലെ തന്നെ ഇതുമായിട്ട് ആ ഇൻഫോംഡ് ഡിസിഷനുമായിട്ട് ചേർത്ത് വായിക്കേണ്ടതാണ്, ഇറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്സ്. കാരണം പല ക്രോപ്പുകൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം നെല്ല്, ഗോതമ്പ് ഇങ്ങനെ പല പല ക്രോപ്പുകൾക്ക് MSP ഡിക്ലെയർ ചെയ്യുകയാണ്. അപ്പോൾ കർഷകൻ ചോയ്സ് ഉണ്ട്, ഏറ്റവും കൂടുതൽ എനിക്ക് വില കിട്ടുന്ന ഏതാണോ അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ കൃഷി ചെയ്തോളാം. അങ്ങനെ ആ ഒരു ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ ഈ പറഞ്ഞ പോലെ ഇത് ലഭ്യമാക്കും എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. എല്ലാവരും ഒരേ ക്രോപ്പ് തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാലാണ് പ്രശ്നങ്ങൾ സംഭവിക്കുക. അത് എക്കോളജിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, എല്ലാവരും ഒരേ ക്രോപ്പ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വിലയൊക്കെ തന്നെ മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. സോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് സഹായിക്കും. ഇറ്റ് ക്യാൻ ലീഡ് ടു ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്സ് ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ലീഡ് ടു എ ബെഞ്ച് മാർക്ക് ഫോർ പ്രൈവറ്റ് പ്ലേയേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഈവൻ ദോ MSP പ്രകാരം പ്രൊക്യൂർ ചെയ്യേണ്ട ഗവൺമെന്റ് ആണെങ്കിൽ പോലും ഗവൺമെന്റ് ഇങ്ങനെ ഒരു റേറ്റ് പ്രഖ്യാപിക്കുമ്പോൾ ആ റേറ്റിൽ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യാൻ ആരും കൂടെ ബാധ്യസ്ഥനാകും, പ്രൈവറ്റ് ബയേഴ്സും കൂടെ ബാധ്യസ്ഥനാകും എന്നുള്ളൊരു പോയിന്റും ഓർത്ത് വെച്ചേക്കാം. പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്, ഇറ്റ് ക്യാൻ എൻഹാൻസ് എ പർച്ചേസിംഗ് പവർ ഓഫ് ഫാമേഴ്സ്. ഫാമേഴ്സിന് നല്ല ഇൻകം കിട്ടുമ്പോഴേക്കും നമ്മൾ പർച്ചേസിംഗ് പവർ എന്ന് പറയുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള കഴിവിനെയാണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവ് വരും. സോ ഫാമേഴ്സിന് ഒരു സ്റ്റഡി ഇൻകം നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇറ്റ് ക്യാൻ ഓൾസോ ഹെൽപ്പ് ടു എൻഹാൻസ് എ പർച്ചേസിംഗ് പവർ ഓഫ് ഫാമേഴ്സ് എന്നുള്ളൊരു പോയിന്റും കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഇത്രത്തോളം അല്ല, ഇത് ഒരുപാട് അഡ്വാൻറ്റേജസ് പറയാം, ബട്ട് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് ഇത്രയും പോയിന്റ് മനസ്സിൽ വെച്ചേക്കാം. അതേപോലെ തന്നെയാണ് ഇഷ്യൂസും. ഓക്കെ, ഈ MSP കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും നോൺ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ആണ് കൊണ്ടുവരുന്നത്. മീൻസ് ഇപ്പം നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഈ വർഷം നെല്ലിന് 40 രൂപയാണ്, ഇതൊക്കെ എക്സാമ്പിൾ ആണ്, നെല്ലിന് 40 രൂപ എന്ന് വിചാരിക്കുക. അടുത്ത വർഷം ഗവൺമെന്റ് ചിലപ്പോൾ പ്രഖ്യാപിക്കുക 42 രൂപയായിരിക്കും. പക്ഷേ ഈ എക്സ്ട്രാ വന്ന 2 രൂപ നമ്മുടെ നാട്ടിലെ കർഷകൻ ഈ പറഞ്ഞ പോലെ വന്നിട്ടുള്ള എക്സ്ട്രാ ചെലവിന്റെ ഒരു പ്രൊപ്പോർഷൻ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം ഓരോ വർഷവും സാധനങ്ങൾക്ക് വില കൂടുവാണ്. മീൻസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഐ മീൻ ലേബർ കോസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സിന്റെ കോസ്റ്റ് ആയിട്ടും ഇറിഗേഷൻ കോസ്റ്റ് ആയിട്ടും അങ്ങനെ കോസ്റ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ഗവൺമെന്റ് ഈ പ്രഖ്യാപിക്കുന്ന ഈ വർധനവ് ഒരുപക്ഷെ എന്തിനോട് പ്രൊപ്പോർഷൻ ആയിരിക്കത്തില്ല, കർഷകൻ നേരിടുന്ന ആ ഒരു ഒറിജിനൽ അവരുടെ പ്രൈസ് ഹൈക്കിന്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് തുല്യമാകണം നിർബന്ധമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും വലിയ കൂടുതൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റഡി ഇൻകം ഒന്നും തന്നെ ചിലപ്പോൾ ഫാമറിന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയെന്ന്
വന്നേക്കത്തില്ല. സോ പലപ്പോഴും MSPയുടെ റൈസ് ഇൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് അറ്റ് ഓൾ ദേ ആർ നോട്ട് അറ്റ് ഓൾ പ്രൊപ്പോർഷണൽ വിത്ത് ദ ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ ദ ഫാമേഴ്സ് എന്നുള്ളൊരു പോയിന്റും മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ദെൻ അടുത്തൊരു പോയിന്റ് ആണ് റീച്ചിന്റെ പോയിന്റ്. ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു അഡ്വാൻറ്റേജ് പോയിന്റിനകത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ബെഞ്ച് മാർക്ക് ഫോർ പ്രൈവറ്റ് പ്ലേയേഴ്സ് എന്ന് പറയുമ്പോഴേക്കും ഇപ്പം സർക്കാർ ഒരു റേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ റേറ്റിൽ ഈ പറഞ്ഞ പോലെ സർക്കാർ ഏജൻസിയും അവിടെ ഒന്ന് പ്രൊക്യൂർ ചെയ്യാനായിട്ട് റെഡിയാണ്. അവിടെ പ്രൈവറ്റ് പ്ലേയേഴ്സ് വരുമ്പോഴാണ് പ്രൈവറ്റ് പ്ലേയേഴ്സ് എന്തിന് ബാധ്യസ്ഥനാകുന്നത്, ആ റേറ്റ് കൊടുത്ത് സാധനം പ്രൊക്യൂർ ചെയ്യാൻ ബാധ്യസ്ഥനാകുന്നത്. പക്ഷേ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ചെന്ന സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യാറില്ല. കാരണം റിമോട്ട് ഏരിയാസിലൊന്നും പലപ്പോഴും ഈ പ്രൊക്യൂർമെന്റ് ഒന്നും സെൻട്രൽ ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് ഒന്നും നടക്കാറില്ല. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും അവിടെ ഈ പറഞ്ഞ പോലെ ഈവൻ ദോ ഗവൺമെന്റ് MSP ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ആരും പ്രൊക്യൂർ ചെയ്യാൻ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ പ്രൈവറ്റ് പ്ലേയേഴ്സ് ചെന്നിട്ട് നമുക്ക് ആ ഒരു സർക്കാർ പറയുന്ന റേറ്റ് തന്നെ അവിടെ കൊടുക്കണം നിർബന്ധമുണ്ടോ? ഇല്ല, അവിടെ ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയില്ല. കാരണം ആരും പ്രൊക്യൂർ ചെയ്യാൻ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കർഷകനെ സംബന്ധിച്ച് ആ ഒരു വിളയിച്ചെടുത്ത ആ ഒരു ക്രോപ്പ് നശിച്ചു പോകാനായിട്ട് ഇടയാകും. അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ട് പലപ്പോഴും ഈ പറഞ്ഞ പോലെ കിട്ടുന്ന വിലയ്ക്ക് എന്ത് ചെയ്യും, കർഷകൻ ആ സാധനം വിറ്റഴിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുമ്പോഴേക്കാണ് എസ്പെഷ്യലി റിമോട്ട് ഏരിയാസിൽ ഈ പറഞ്ഞ പോലെ പ്രൊക്യൂർമെന്റ് ഒന്നും കൃത്യമായിട്ട് നടക്കാതെ വരുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മീൻസ് ആ ഒരു സ്റ്റഡി ഇൻകം, പ്രൊക്യൂർമെന്റ് അതൊന്നും പലപ്പോഴും നടക്കാതെ പോകുന്നു. എസ്പെഷ്യലി നോർത്ത് ഈസ്റ്റേൺ റീജിയനിലൊക്കെ തന്നെ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ടു വീക്ക് ആണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, പിന്നെ പലപ്പോഴും ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കർഷകരാണ് കൃഷി ചെയ്യുന്ന രണ്ട് ഐറ്റംസ് ആണ് ഈ റൈസും വീറ്റും. അതുകൊണ്ട് തന്നെ FCA ആണെങ്കിലും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണെങ്കിലും കൂടുതൽ പ്രൊക്യൂർ ചെയ്യുന്നത് ഈ നെല്ലും ഗോതമ്പൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇതിന് MSP കിട്ടുന്നത് കാണുമ്പോഴേക്കും ഒരുപാട് കർഷകർ ഇത് തന്നെ കൃഷി ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും ഈ ഇത് പ്രൊക്യൂർ ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് ഉള്ളത് കാരണം ഗവൺമെന്റ് FCA ആണെങ്കിലും എന്ത് ചെയ്യും, ഇത് കൂടുതൽ പ്രൊക്യൂർ ചെയ്യും. എന്നിട്ട് ഇതിനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനുള്ള മതിയായിട്ടുള്ള ഒരു എന്താ പറയുക ഫെസിലിറ്റി നമുക്ക് ഇല്ലാത്ത കാരണം ഓൾറെഡി നമ്മുടെ FCAയുടെ പല ഗോഡൌണിലും ഈ പറഞ്ഞ പോലെ ഇത് എക്സ്ട്രാ മീൻസ് എക്സസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയും ഇത്തരത്തിൽ പ്രൊക്യൂർ ചെയ്ത ധാന്യങ്ങൾ നശിച്ചു പോകുന്ന ഒരു പല സിറ്റുവേഷൻ നമ്മൾ കാണാൻ ഇടയാകുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ലീഡ് ടു എക്സസ് സ്റ്റോറേജ് എന്നുള്ളൊരു പോയിന്റ് മനസ്സിൽ വെച്ചേക്കാം. പിന്നെ ഇങ്ങനെ MSPs ഒക്കെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി ഇത് ആർക്ക് ബർഡൻ ആയിട്ട് മാറും, സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് ഇതൊരു ഫിസിക്കൽ ബർഡൻ ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യം ഓർക്കുക. പിന്നെ പലപ്പോഴും ഇത് ക്രോപ്പ് ഡൈവേഴ്സിറ്റിയിലേക്ക് നയിക്കും എന്ന് നമ്മൾ പറഞ്ഞു, ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞു. പക്ഷേ പലപ്പോഴും ഇത് ഈ പറഞ്ഞ പോലെ ക്രോപ്പ് ഡൈവേഴ്സിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ചോയ്സ് ഉണ്ടല്ലോ, ഇപ്പം ഏത് ക്രോപ്പിനാണ് ഏറ്റവും കൂടുതൽ MSP കിട്ടുന്നത് അത് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി കർഷകൻ കൃഷി ചെയ്യുന്നത്. ഇങ്ങനൊരു പ്രശ്നം പണ്ട് പഞ്ചാബിൽ വന്നു പോയതാണ്. പഞ്ചാബിൽ ഈ പറഞ്ഞ പോലെ കൂടുതലായിട്ട് വീറ്റൊക്കെയാണ് അവിടെ കൃഷി ചെയ്യാറുള്ളത്, കാരണം വെള്ളം അധികം വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് കാരണം. പക്ഷേ ഒരു കാലത്ത് MSP വീറ്റിനേക്കാൾ കൂടുതൽ റൈസിന് MSP കിട്ടുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പഞ്ചാബിലെ കർഷകരൊക്കെ തന്നെ അവിടെ കൃഷി ചെയ്ത് വീറ്റ് മാറ്റിയിട്ട് അവർ എന്ത് കൃഷി ചെയ്യാൻ തുടങ്ങി, റൈസ്, പാഡി കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ പാഡി എന്ന് പറയുമ്പോഴേക്കും നല്ല എമൗണ്ട് വെള്ളം, നല്ല രീതിയിൽ വെള്ളം ആവശ്യമുള്ള ക്രോപ്പാണ്. വെള്ളമൊന്നും ആ പ്രദേശത്തേക്ക് അധികം കിട്ടുന്നില്ലാത്തതുകൊണ്ടിട്ടൊക്കെയാണ് ഇവർ വീറ്റ് കൂടുതലായിട്ട് കൃഷി ചെയ്ത് അത് മാറ്റി പാഡി കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഈവൻ ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന വെള്ളം വരെ ഈ പറഞ്ഞ പോലെ ആ ഒരു വാട്ടർ വരെ എന്തിലേക്ക് ഡൈവേർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു, അഗ്രികൾച്ചർ ഫീൽഡിലേക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരികയും ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ അവിടെ വലിയൊരു വാട്ടർ സ്കേഴ്സിറ്റി, ഡ്രിങ്കിങ് വാട്ടർ സ്കേഴ്സിറ്റി ഒക്കെ തന്നെ നേരിടുന്ന പല പ്രശ്നങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അൾട്ടിമേറ്റ്ലി അത് ഈ പറഞ്ഞ പോലെ ക്രോപ്പ് ഡൈവേഴ്സിറ്റി ഈ പറഞ്ഞ പോലെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റു പല എക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഇത് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയും ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു MSPയുടെ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഇഷ്യൂസ് ആയിട്ടും പറയേണ്ടതായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ MSP നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുള്ള കാര്യം അടുത്ത് പഠിക്കണം. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗവൺമെന്റിലേക്ക് ഈ പറഞ്ഞ റെക്കമെൻഡേഷൻ കൊടുക്കുന്ന CSEP ആണ്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഈ പറഞ്ഞ പോലെ കമ്മീഷൻ ഓഫ് അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ്, CSEP കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ് ആണ് ഈ MSP സർക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കർഷകൻ നേരിടുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ ആണ്. മിനിമം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ 1.5 ടൈംസ് കോസ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ 1.5 ടൈംസ് എങ്കിലും എന്ത് വേണമെന്നാണ് കൽപ്പിക്കപ്പെടുന്നത്, MSP ആയിട്ട് വേണം. 1.5 ടൈംസ് എങ്കിലും MSP ആയിട്ട് വേണം. ഇപ്പൊ 100 രൂപ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ MSP എന്ന് പറയുന്നത് 1.5 ടൈംസ് 150 രൂപയെങ്കിലും MSP ആ ക്രോപ്പിന് ഡിക്ലെയർ ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണുള്ളത്. അതിന് വേണ്ടിയിട്ട് 3 ടൈപ്പ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേഷൻ ആണ് ഉപയോഗിക്കുന്നത്. A2 മെത്തേഡ്, A2 പ്ലസ് FL മെത്തേഡ് ആൻഡ് C2 മെത്തേഡ്. ഈ 3 മെത്തേഡ് എന്താണെന്ന് പറയാം. നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന A2 പ്ലസ് FL മെത്തേഡ് ആണ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. A2 മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഡയറക്ട്ലി ഒരു ഫാർമറിന് വരുന്ന എക്സ്പെൻസസ് ആണ്. അതായത് സീഡുകൾ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവുകൾ, ഫെർട്ടിലൈസർ വാങ്ങാനായിട്ട്, പെസ്റ്റിസൈഡ്സ് വാങ്ങാനായിട്ട്, ലേബർ ചാർജ്, അങ്ങനെയുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് എക്സ്പെൻസസ് ആണ് A2 മെത്തേഡിനകത്ത് കവർ ചെയ്യപ്പെടുന്നത്. ഇനി അതേ സാഹചര്യത്തിൽ രണ്ടാമത്തെ മെത്തേഡാണ് A2 പ്ലസ് FL. മീൻസ് ഇവിടെ നമ്മൾ ആ തൊട്ട് മുമ്പ് കാൽക്കുലേറ്റ് ചെയ്ത് A2 എന്നുള്ള കോസ്റ്റിനോടുകൂടി എന്തും കൂടെ ആഡ് ചെയ്യും, അൺപെയ്ഡ് ഫാമിലി ലേബർ. കാരണം ഇന്ത്യയിൽ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ഫാമിലി ബിസിനസ് ആയിട്ട് കണക്കാക്കുന്നതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും
വരാറുണ്ട്. പക്ഷേ ആ ഒരു ഫാമിലി മെമ്പേഴ്സിന് ഈ പറഞ്ഞ പോലെ ലേബർ നമ്മൾ കൊടുക്കാറുണ്ട്. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് പണിയുമ്പോഴാണ് ലേബർ ചാർജ് നമ്മൾ കൊടുക്കുന്നത്. ഫാമിലി മെമ്പേഴ്സ് കൃഷി ചെയ്യുമ്പോഴേക്കും ലേബർ ചാർജ് കൊടുക്കാറില്ല. ബട്ട് അതൊരു അൺപെയ്ഡ് ഫാമിലി ലേബർ. അതുകൊണ്ടാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ഇന്ത്യയിൽ ഒരുപാട് കൂടിയായിട്ടും വരുന്നത്. ഒരു ഫാമിലി ബിസിനസ് ആയിട്ട് കണക്കാക്കുന്ന കാരണം എല്ലാവരും കൃഷി ചെയ്യാനായിട്ട് വരും. സോ ഇങ്ങനെയൊക്കെ വരുന്ന ഈ അൺപെയ്ഡ് ഫാമിലി ലേബറും കൂടെ ആഡ് ചെയ്യുമ്പോഴേക്കും വരുന്നതാണ് A2+FL മെത്തേഡ്. സോ A2 കോസ്റ്റിനോട് അൺപെയ്ഡ് ഫാമിലി ലേബറും കൂടെ ആഡ് ചെയ്യുന്നതാണ് A2+FL എന്നുള്ള കാര്യം ഓർക്കാം. ഇനി C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ A2+FL-നോട് നമ്മൾ ഫോർഗോൺ ഇൻട്രസ്റ്റ്, അഥവാ ഈ പറഞ്ഞ പോലെ നമ്മൾ കൃഷിയൊക്കെ ചെയ്യുന്ന പലപ്പോഴും കർഷകൻ പുറത്തുനിന്ന് ലോണൊക്കെ എടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ ലോണിന് വേണ്ടി വരുന്ന ഇൻട്രസ്റ്റ് ചാർജുകൾ, അതേപോലെ സ്വന്തം ഈ പറഞ്ഞ പോലെ കൃഷിയിടത്തിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ ആ ഒരു എന്താ പറയുക, ആ കൃഷി ചെയ്തതിൻ്റെതായിട്ടുള്ള സ്വന്തം ലാൻഡിലാണെങ്കിൽ അത് നമ്മൾ പുറത്ത് കൊടുക്കുമായിരുന്നെങ്കിൽ അതിനൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയേനെ. അപ്പോൾ ആ ഫോർഗോൺ ചെയ്ത ഇൻട്രസ്റ്റുകൾ, അങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം ആഡ് ചെയ്തിട്ടാണ് A2+FL മെത്തേഡിനോട് ആ കോസ്റ്റുകളിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ഏത് ഡിറൈവ് ചെയ്യുന്നത്, C2 ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ C2 എന്ന് പറഞ്ഞാൽ മോർ കോംപ്രഹെൻസീവ് കോസ്റ്റ് ആണ്. പക്ഷെ നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് മെത്തേഡ് വെച്ചിട്ടാണ് A2+FL മെത്തേഡ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇതെല്ലാം വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ റെക്കമെൻഡേഷൻ CACP ഗവൺമെന്റിലേക്ക് കൊടുക്കുന്നു. അൾട്ടിമേറ്റ് ആയിട്ട് ഈ ക്രോപ്പുകളുടെ MSP ഡിക്ലെയർ ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. പ്രൈം മിനിസ്റ്റർ ചെയർ ചെയ്തിരിക്കുന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് ആണ് ഒരു ക്രോപ്പിന്റെ MSP ഫൈനൽ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് MSP കുറിച്ച് നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനുള്ള. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കാം. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അടുത്ത രണ്ടെണ്ണം ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്ട് ആർട്ടിക്കിൾസ് ആണ്, പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള ആർട്ടിക്കിൾസ് ആണ്. മെയിൻ ആർട്ടിക്കിൾസ് ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക, എഡിറ്റോറിയൽ പേജിലാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ഒരു റെപ്പറ്റീഷൻ ആർട്ടിക്കിൾസ് ആണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. സോ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഷോർട്ട് ആർട്ടിക്കിൾ ആണ്, സയൻസുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്. സയൻസ് പേജിനകത്ത് വന്നൊരു ആർട്ടിക്കിളാണ് ബേസിക്കലി ഇത്. ബ്രൂമേഷൻ വിന്റർ ഈസ് കമ്മിങ് ഫോർ റെപ്റ്റൈൽസ് എന്നാണ് ഈ ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ ആയിട്ട് വായിക്കാൻ സാധിക്കുന്നത്. അപ്പം പലപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ വാക്കുകളൊക്കെ നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അത് പ്രിലിംസിനകത്ത് ആവശ്യമായിട്ട് വരും. ബ്രൂമേഷൻ എന്തെന്ന് പറഞ്ഞാൽ സിമിലർ നമ്മൾ ഹൈബർനേഷൻ കേട്ടിട്ടുണ്ടാവും, മാമൽസിൽ ഈ പറഞ്ഞ പോലെ ഹൈബർനേഷൻ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ റെപ്റ്റൈൽസിൽ ഉണ്ടാകുന്ന ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ഡോർമൻസി ഓർ സ്ലോഡ് ആക്ടിവിറ്റിയാണ് നമ്മൾ ബ്രൂമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഇത് വിന്റർ സീസണൊക്കെ ആയി, വിന്റർ സീസണൊക്കെ ആകുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഒരു ആനിമൽസിനൊക്കെ ആണെങ്കിലും ഫുഡ് ഈ പറഞ്ഞ പോലെ സ്കേഴ്സിറ്റി നേരിടുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവരുടെ ശരീരത്തിൽ നിന്നും എനർജി അമിതമായിട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഇവരുടെ ആക്ടിവിറ്റി പതുക്കെ എന്ത് ചെയ്യും, ഇവർ സ്ലോ ഡൗൺ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഡോർമെന്റ് ആയിട്ട് മാറും കുറച്ച് സർട്ടൺ പീരീഡ് ഓഫ് ടൈമിലേക്ക്. ആ ഒരു സമയത്ത് റെപ്റ്റൈൽസ് ഇങ്ങനെ കാണിക്കുന്നതിനെയാണ് ബ്രൂമേഷൻ എന്നും മാമൽസ് പൊതുവിൽ കാണിക്കുന്നതിനെയാണ് നമ്മൾ ഹൈബർനേഷൻ എന്ന് പൊതുവിൽ പറയാറ്. സെയിം സംഭവം തന്നെയാണ് രണ്ട് പേര് അറിയപ്പെടുന്നത് മാത്രം. ബേസിക്കലി ദേ ആർ ഒക്കറിംഗ് ഡ്യൂറിംഗ് ദ കോൾഡർ മന്ത്സ് വെൻ ടെമ്പറേച്ചേഴ്സ് ഡ്രോപ്പ് ആൻഡ് ഫുഡ് ബിക്കംസ് സ്കേഴ്സ് എന്നുള്ള കാര്യം ഓർക്കും. ദെൻ റെപ്റ്റൈൽസ് എൻ്റർ ബ്രൂമേഷൻ ടു കൺസർവ് എനർജി. എന്തിനാണ് ഇവർ ബ്രൂമേഷൻ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു കൺസർവ് എനർജി ആൻഡ് സർവൈവ് adverse environmental conditions. And during brumation, reptiles may retreat to underground burrows, rock crevices or other sheltered areas with stable temperature. അവർ പൊതുവിൽ ഈ പറഞ്ഞ പോലെ ഒരു അണ്ടർഗ്രൗണ്ട് ബുറോസിലേക്കൊക്കെ തന്നെ അവരുടെ ആ ഒരു ആക്ടിവിറ്റി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ബ്രൂമേഷൻ സമയത്ത്. ആൻഡ് മെറ്റാബോളിസം ഷോ സിഗ്നിഫിക്കൻ്റ്ലി ഡ്യൂറിംഗ് metabolism slows significantly during brumation, allowing reptiles to go weeks or months without eating. കാരണം ഫുഡ് സ്കേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കും ഇവരുടെ മെറ്റാബോളിസം ആക്ടിവിറ്റി കുറയ്ക്കുന്ന വഴി ഇവർക്ക് ആ ഒരു പ്രൊലോങ്ഡ് പീരീഡ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ വേരിയസ് റെപ്റ്റൈൽ സ്പീഷീസ് ഇൻക്ലൂഡിംഗ് ടർട്ടിൽസ്, snakes and lizards exhibit brumation behavior by burrowing, seeking refuge in underground dens or caves, or hiding under rocks or vegetation. And brumation is crucial for reptiles to survive cold climates until they can re-emerge to feed and reproduce in more favorable കണ്ടീഷൻസ്. അപ്പോൾ ഈ വിന്റർ ടൈമിൽ പൊതുവിൽ റെപ്റ്റൈൽസ് സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗമാണ് ബ്രൂമേഷനും മാമൽസ് സ്വീകരിക്കുന്നതാണ് ഹൈബർനേഷൻ എന്നുള്ളൊരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ആർട്ടിക്കിൾ ഉണ്ട്, എക്കണോമിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉള്ള ഒരു ആർട്ടിക്കിളാണ്. ബോണ്ടിനെ കുറിച്ചിട്ടാണ് ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നത്. സോ എന്താണ് ബോണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടം എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എസ്പെഷ്യലി ലോങ് ടേം ആയിട്ട് നമ്മൾ കടം എടുക്കാനായിട്ട് ബോറോ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബോണ്ടുകൾ എന്നുള്ള കാര്യം ഓർക്കാം. ഈ ബോണ്ട് പൊതുവിൽ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും കമ്പനികൾസിനും ഈ പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റും, ഗവൺമെന്റിനും ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ രണ്ട് പേർക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രൈവറ്റ് പ്ലേയേഴ്സിനും ഗവൺമെന്റിനും ഈ പറഞ്ഞ പോലെ കടം മേടിക്കാൻ ഉപയോഗിക്കുക, ലോങ് ടേം കടം മേടിക്കുക. ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിന് മുകളിലേക്കൊക്കെ തന്നെ കടം മേടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ബോണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇതെന്താണ് വാർത്തയിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതേ പശ്ചാത്തലത്തിൽ RBI ഗവർണർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആസ് ദ ഇൻഫ്ലേഷൻ കണ്ടിന്യൂസ് ടു മോഡറേറ്റ്. നമ്മളിന്ന് കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. സോ ഇൻഫ്ലേഷൻ മോഡറേറ്റ് ലെവലിലേക്ക് കുറയുന്ന ഒരു സാഹചര്യത്തിൽ ബോണ്ട് ഈൽഡ്സ് വിൽ ഓൾസോ സോഫ്റ്റൻ ആൻഡ് ബോറോയിങ് കോസ്റ്റ് വിൽ കം ഡൗൺ, സെയ്സ് റിസർവ് ബാങ്ക് ഓഫ് ഗവർണർ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ
കടം മേടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി ബോണ്ട് എന്ന് പറയുന്ന ഒരു കടപ്പത്രം, നമ്മളൊരു മുദ്രപത്രം കണ്ടില്ല അതുപോലെ, അതുപോലെയല്ല ഏകദേശമൊക്കെ പറയുവാണെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ പോലെ എത്ര രൂപയാണ് കടം മേടിക്കുന്നത്, പ്രൈസ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അതിന്റെ ഇൻട്രസ്റ്റ് എത്ര ശതമാനം പലിശയ്ക്കാണ്, അതിനെ കൂപ്പൺ റേറ്റ് എന്ന് ബേസിക്കലി പറയും, ഇതിന് എത്ര വർഷത്തേക്കാണ് ടെന്യൂർ, ഓക്കെ, എത്ര വർഷത്തേക്കാണ് കടം മേടിക്കുന്നത്, ഇതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ബോണ്ടിനകത്ത് ഉണ്ടാവും. ഒരിക്കലും ബോണ്ട് വാങ്ങുന്ന വ്യക്തിയുടെ പേര് അതിനകത്ത് കാണത്തില്ല, കാരണം ബോണ്ട് സെക്കൻഡറി മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് മേടിച്ച ആളുടെ പേര് കൃത്യമായിട്ട് കാണത്തില്ല. ആരുടെ കയ്യിലാണോ ഇപ്പം ആ ബോണ്ട് ഉള്ളത് അയാളായിരിക്കും ആ ബോണ്ടിന് കറണ്ട് പ്രസന്റ് ഓണർ എന്ന് പറയാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പം മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ കുറഞ്ഞു, നമ്മൾ പഠിച്ചതാണ് ഇൻഫ്ലേഷന്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ കുറയുന്നതിനനുസരിച്ച് ബാങ്കുകളൊക്കെയാണെങ്കിലും ഓഫർ ചെയ്യുന്ന പലിശയിൽ ആ കുറവ് കണ്ടെത്താൻ തുടങ്ങും. അതേ സ്ഥാനത്ത് മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ ആണെങ്കിൽ പലിശ കൂടുതലായിട്ടും ഓഫർ ചെയ്യും. സോ ഇപ്പോൾ നിലവിൽ ഇൻഫ്ലേഷൻ താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഇൻഫ്ലേഷൻ റെഡ്യൂസ് ആകുന്ന ഈ ഒരു സിറ്റുവേഷനിൽ, ഇൻഫ്ലേഷൻ റെഡ്യൂസ് ആകുന്ന ഒരു സാഹചര്യത്തിൽ മാർക്കറ്റിലെ ഇൻട്രസ്റ്റ് റേറ്റിനും എന്തായിരിക്കും സംഭവിക്കുന്നത്, ഇൻട്രസ്റ്റ് റേറ്റും പതുക്കെ കുറയും. അപ്പോൾ ഇപ്പം പുതിയതായിട്ടൊക്കെ ഇറക്കുന്ന ഈ ബോണ്ടുകൾക്ക് നിലവിൽ എന്തായിരിക്കും, പലിശ വളരെ വളരെ കുറവായിരിക്കും കമ്പയർഡ് ടു ദ പ്രീവിയസ്ലി ഇഷ്യൂഡ് ബോണ്ട്സ്. മുൻകാലങ്ങളിൽ ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റും കൂടുതലായിരിക്കും, അപ്പോൾ ആ സമയത്ത് ഇഷ്യൂ ചെയ്ത ബോണ്ടുകൾക്ക് കൂടുതൽ പലിശയായിരിക്കും. ഇത് സെക്കൻഡറി മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇൻഫ്ലേഷൻ കുറഞ്ഞു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകളെക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് ഏത് വാങ്ങാനായിട്ടായിരിക്കും, ഓൾറെഡി മാർക്കറ്റിലുള്ള മുൻകാലങ്ങളിൽ ഇഷ്യൂ ചെയ്ത ബോണ്ടുകൾ വാങ്ങാനായിരിക്കും എല്ലാവർക്കും താല്പര്യം, കാരണം അതിന് കൂടുതൽ പലിശ കിട്ടുന്നതാണ്. സോ ഡിമാൻഡ് കൂടുതൽ, ആ ഒരു നേരത്തെ ഇറക്കിയ ബോണ്ടുകൾക്ക് ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി അതിന്റെ പ്രൈസിന് എന്ത് സംഭവിക്കും, നമ്മൾ പഠിക്കുന്നതാണ് ഡിമാൻഡ് കൂടുമ്പോൾ സാധനങ്ങളുടെ പ്രൈസ് വർദ്ധിക്കും എന്നുള്ളത്. സോ ഓൾറെഡി ഇഷ്യൂ ചെയ്ത ബോണ്ടുകളുടെ പ്രൈസ് വർദ്ധിക്കും. പ്രൈസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന ഈൽഡ്, നേട്ടം എന്നുള്ളതാണ് ബേസിക്കലി ഈൽഡ് ആയിട്ട് പറയുന്നത്. സോ അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡിന് എന്ത് സംഭവിക്കും, കുറയും. ഇതാണ് ബേസിക്കലി ഇപ്പോൾ ഈ ആർട്ടിക്കിളിനകത്ത് RBI ഗവർണർ പറഞ്ഞിരിക്കുന്നത്. ആസ് ഇൻഫ്ലേഷൻ കണ്ടിന്യൂസ് ടു മോഡറേറ്റ് ബോണ്ട് ഈൽഡ്സ് വിൽ ഓൾസോ സോഫ്റ്റൻ. അപ്പോൾ ഈ ബോണ്ട് ഈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മാർക്കറ്റിൽ സെയിൽ ചെയ്ത, മുൻകാലങ്ങളിൽ സെയിൽ ചെയ്ത ബോണ്ടുകളുടെ ഈൽഡാണ് ബേസിക്കലി കുറയാൻ പോകുന്നത്. കാരണം ആ ബോണ്ടുകളുടെ പ്രൈസ് കൂടുന്ന കാരണം, ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടുന്നു, പ്രൈസ് കൂടിയ കാരണം അവയുടെ ബോണ്ട് ഈൽഡ് കുറയാനായിട്ട് തുടങ്ങും. സോ അതാണ് ബേസിക്കലി ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈ ഒരു കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആസ് ബോണ്ട് പ്രൈസസ് റൈസ് they become more expensive for new investors, causing the bonds yields to fall because the return on investment also decreases. Okay, അപ്പോൾ ബോണ്ട് പ്രൈസ് കൂടുമ്പോഴേക്കും ആ ബോണ്ടിൽ നിന്നുള്ള ഈൽഡ് ബേസിക്കലി എന്ത് ചെയ്യും, കുറയും എന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് ആയിട്ട് ഓർക്കുവാണെങ്കിൽ ബോണ്ട് ഈൽഡും ബോണ്ട് പ്രൈസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഓർക്കുക. ബോണ്ട് yield is inversely proportional കേട്ടോ, inversely proportional to bond price. ഓക്കെ, ബോണ്ട് yield is inversely proportional to bond price എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ബോണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, ഇൻഫ്ലേഷനുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിൽ വെച്ചേക്കുക. ഇത്രയും പോയിന്റ് ആണ് നമുക്ക് ഇന്നത്തെ DNA പഠിക്കാനുണ്ടായിരുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.